കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചനമായി ഭൂമിയിലേക്ക് വെളിപ്പെട്ട കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സത്യവചനം, ആ വചനം പാറയെ തകർക്കുന്ന ചിറ്റികയായിട്ട് വെളിപ്പെട്ട വചനമാണ്. ആ വചനം തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മാധുരമേറിയിരിക്കുന്നതാണ്, മായമില്ലാത്ത പാലാണ്. വചനം ഈ ഭൂമിയിൽ നിന്ന് നമ്മളെ നിത്യതയിലേക്ക്, നിത്യസ്വർഗത്തിലേക്ക് നമ്മളെ കരം പിടിച്ചുയർത്തുന്ന സത്യവചനമാണ്. അവചനമായ കർത്താവ് വഴിയും സത്യവും ജീവനുമാണ്. വഴിയറിയാതെ ഭാരപ്പെടുന്ന ജനതയ്ക്ക് വഴിയായിട്ട് വെളിപ്പെട്ട സാക്ഷാൽ വചനമായിരിക്കുന്ന കർത്താവ്. ആ വചനം പുനരുദ്ധാനവും ജീവനുമാണ്. പുനരുദ്ധാനമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ജനത്തിൻ്റെ നടുവിലേക്ക് വെളിപ്പെട്ട സാക്ഷാൽ വചനമായിരിക്കുന്ന ക്രിസ്തു ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ആ വചനം ഇടയനായിട്ട് വെളിപ്പെട്ടു, വാതിലായിട്ട് വെളിപ്പെട്ടു, ജീവൻ്റെ അപ്പമായിട്ട് വെളിപ്പെട്ട സത്യവചനം. ആ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ജയിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രതിഫലമുണ്ട്. ഏത് മേഖലയിലും ജയിച്ചു മുന്നേറുന്നവർക്ക് പ്രത്യേക പരിഗണനയുണ്ട്. വിജയികൾക്ക് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിശേഷമായിരിക്കുന്ന സമ്മാനങ്ങളുണ്ട്, അത് ലഭ്യമാണ്. കർത്താവിൻ്റെ വചനത്തിലും വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു, ജയിക്കുന്നവന് പ്രതിഫലം ഉണ്ട് എന്ന്. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ 7 സഭയ്ക്കുള്ള തോതിൽ ജയിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്നത് പ്രതിഫലമായി ലഭിക്കും, നൽകും എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. 2-ാം അധ്യായം 11-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം, ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. അപ്പോൾ ജയിക്കുന്ന ഒരു വ്യക്തിക്ക് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരും. മരണം വഴി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടേ മതിയാകുകയുള്ളൂ. മരണം കാണാതെ എടുക്കപ്പെട്ട ദൈവഭക്തന്മാരെക്കുറിച്ച് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ട ഒരു ഭക്തനായ മനുഷ്യനാണ്. ഏലിയാവെന്ന് പറയുന്ന പ്രവാചകന്മാരിൽ ഉന്നതനായിരിക്കുന്ന ദൈവഭൃത്യൻ മരണം കാണാതെ എടുക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. അഗ്നിമയ രഥങ്ങളും അഗ്നി അശ്വങ്ങളും ഇറങ്ങി വന്ന ഏലിയാവിനെ സ്വർഗത്തിലേക്ക് ദൈവം എടുത്തുകൊണ്ടുപോയി എന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നു. അപ്പോൾ മരണം കാണാതെ എടുക്കപ്പെട്ടവർ, മരണത്തോടുകൂടി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട എത്രയോ കോടി ജനം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമെന്ന് പറയുന്നത് 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ നമ്മൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ അതിപ്രകാരമാണ്. അതിൻ്റെ 2-ാമത്തെ വാക്യം, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായിട്ടും ഉണരും എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ചിലർ ഈ ലോകത്തിൽ നിന്ന് മരണമടിയെ മാറ്റപ്പെട്ടത് നിത്യലജ്ജയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ഒരുപറ്റം ആളുകൾ നിത്യരക്ഷയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. നിത്യരക്ഷയിലേക്ക് മാറ്റപ്പെട്ടവർ ഈ ഭൂമിയുടെ പരപ്പിൽ ജീവനോടെ ഇരുന്ന കാലഘട്ടത്തിൽ രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. അവർ നിത്യരക്ഷയിലേക്ക് പ്രവേശിച്ചു. രക്ഷയുടെ ഒരു വ്യാഖ്യാനം നമ്മൾ പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, രക്ഷപ്പെടും, മരണശേഷം അതിൻ്റെ ഒരു പൂർത്തീകരണം. അവർ നിത്യരക്ഷയിലേക്ക് ചേർക്കപ്പെട്ടു. എന്നാൽ ഭൂമിയിൽ പാർത്തിരുന്ന കാലഘട്ടത്തിൽ രക്ഷകനായ ക്രിസ്തുവിനെ
അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ജീവിച്ച, അവഗണിച്ച, തള്ളിക്കളഞ്ഞ, രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാതിരുന്ന സകല ആളുകളും നിത്യ നിന്ദയിലേക്ക് തള്ളപ്പെടുകയാണ്. കർത്താവിൽ ജനിച്ച്, കർത്താവിൽ ജീവിച്ച്, കർത്താവിൽ മരിച്ച ഒരു വ്യക്തിയുടെ പ്രത്യേകത, അവൻ ക്രിസ്തുവിൽ ദൈവത്തിൽ മറയുന്നു. ക്രിസ്തു തേജസ്വി വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ തേജസ്വി വെളിപ്പെടും. അതാണ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ ശ്രേഷ്ഠത, സവിശേഷത, യോഗ്യത എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടാത്ത സകല വ്യക്തികളും നിത്യനിന്ദയിലേക്ക് തള്ളപ്പെടും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. എങ്ങനെയുള്ളവനാണ് ജയിക്കുന്നത് എന്ന് യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? അപ്പോൾ ജയിക്കുന്നവനെക്കുറിച്ച് അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ആരെ ജയിക്കണം? ലോകത്തെ. ലോകത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അധികാരി എന്ന് അഭിമാനിക്കുന്ന പിശാചിനെ ജയിക്കണം. പിശാചിനെ ജയിച്ച ഒരുവനെ ഉള്ളത് കർത്താവാണ്. കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് അത് വെളിപ്പെടുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിന് 33-ാമത്തെ വാക്യം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തെ ജയിച്ചവൻ ഒരുവൻ, അത് നമ്മുടെ അരമരക്ഷകനായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അത്രേ. അപ്പോൾ കർത്താവ് ജയിച്ചുവെങ്കിൽ കർത്താവിനെ അനുഗമിക്കുന്ന ഏതൊരു ദൈവ പൈതലും ഈ ലോകത്തെ ജയിക്കും. അങ്ങനെ ജയിക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ടാം മരണം കൊണ്ട് ദോഷം വരികയില്ല. അപ്പോൾ മരണമഴിയായി മനുഷ്യൻ മാറ്റപ്പെടുന്നു. ആ മാറ്റപ്പെടുമ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ ക്രിസ്തുവിൽ ദൈവത്തിൽ മറയും. എന്നാൽ ക്രിസ്തുവില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തി യാതന സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെയുള്ളവർക്ക് രണ്ടാം മരണമുണ്ട്, അവർക്ക് ഉയർപ്പുമുണ്ട്. കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു, ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. 20-ാം അധ്യായം 11 മുതൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ശിക്ഷാപതിയുടെ സിംഹാസനം, ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന യേശു ക്രിസ്തു ശിക്ഷ വിധിപ്പാൻ യോഗ്യൻ. അവിടെ പുസ്തകങ്ങൾ തുറന്നു, ജീവൻ്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകം തുറന്നു. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. അപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും, അതെത്ര വലിയവനാണെങ്കിലും ഉന്നതനാണെങ്കിലും ശ്രേഷ്ഠനെന്ന് ലോകം പാടിപ്പുകഴ്ത്തുന്ന വ്യക്തികളാണെങ്കിലും സ്വർഗത്തിലുള്ള ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലെങ്കിൽ അവരെ തീപ്പൊയ്കയിൽ തള്ളിയിടും. അതാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക രണ്ടാം മരണം. അപ്പോൾ അവരൊരിക്കൽ മരിച്ചതാണ്, അവർക്കൊരു ഉയർപ്പുണ്ട്. പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചവർക്ക് അവർ ഉയർത്തെഴുന്നേറ്റു, ശിക്ഷാവധിയുടെ സിംഹാസനത്തിന് മുമ്പിൽ വന്നു. ജീവൻ്റെ പുസ്തകത്തിൽ അവരെ പേര് നോക്കി പേരില്ല. അവർക്ക് വീണ്ടും ശിക്ഷ വിധിക്കുന്നു. അത് തീപ്പൊയ്കയാണ്. ആ തീപ്പൊയ്ക എന്ന് പറയുന്നത് രണ്ടാം മരണം അല്ലെങ്കിൽ നിത്യമരണം എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അപ്പോൾ ഈ രണ്ടാം മരണത്തിലേക്ക് തള്ളപ്പെട്ടു പോകാതെ ക്രിസ്തുവിൽ ആയി തീർന്ന ഒരു വ്യക്തി ഈ രണ്ടാം മരണത്തെ ജയിച്ച്
ശിക്ഷ വിധിപ്പാൻ യോഗ്യനായ കർത്താവിനോടുകൂടെ വാഴും എന്ന് കാണുവാൻ കഴിയുന്നു. ഇന്ന് പലർക്കും ഈ ഭൂമിയിൽ തന്നെ നിരന്തരം ജീവിച്ച് മുന്നേറിയാൽ മതി എന്നുള്ള മനോഭാവത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ലോകം മാറും. ഇത് കാണുന്നതെല്ലാം നീങ്ങിപ്പോകും. മാറിപ്പോകാത്ത, മാഞ്ഞു പോകാത്ത, നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ, കർത്താവിൻ്റെ രാജ്യവും. അതുകൊണ്ട് മരണം ഏത് നിമിഷവും ഏത് മനുഷ്യനെയും പിടിക്കും. അത് രാജാവിനെയും പിടിക്കും, ദാസന്മാരെയും പിടിക്കും, പണമുള്ളവനെയും പണമില്ലാത്തവനെയും പിടിക്കും, വിദ്യാഭ്യാസമുള്ളവനെയും വിദ്യാഭ്യാസമില്ലാത്തവനെയും പിടിക്കും, ഭരണാധികാരികളെയും പിടിക്കും, സാധാ ജനങ്ങളെയും കടന്നു പിടിക്കും. എപ്പോൾ പിടിച്ചാലും മരണത്തിനപ്പുറമായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ ലഭ്യമായി തീരുന്ന സ്വർഗീയ ഭവനത്തിന് അവകാശികളായിരിക്കും. രണ്ടാം മരണമെന്ന തീപ്പൊയ്ക നിത്യമരണത്തിലേക്ക് നാം തള്ളപ്പെട്ടു പോകാൻ പാടില്ല. രണ്ടാം മരണത്തിൽ നിന്ന് ഒഴിവുള്ളവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20:6 ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അപ്പോൾ ഇവിടെ വചനം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ, അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. കണ്ടു, രണ്ടാം മരണത്തിലേക്ക് തള്ളപ്പെട്ടു പോകാതെ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കാളികളായി തീരുന്നവരെക്കുറിച്ച് വചനം പറയുന്നവർ ഭാഗ്യമുള്ളത്. ലോകത്തിൽ ചില നേട്ടങ്ങൾ കൊയ്തെടുത്ത് അതിൽ അഭിമാനിച്ചിരിക്കുമ്പോൾ ആളുകൾ പറയും, അവൻ ഭാഗ്യവാനാണ്. നനയാത്ത നിമിഷങ്ങളിൽ ലോട്ടറി പോലെയുള്ള ചില കാര്യങ്ങൾ അടിച്ച് അതിലൂടെ പണം ലഭിക്കുമ്പോൾ ആളുകൾ പറയും ഭാഗ്യവാനാണ്. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നു, അതല്ല ഭാഗ്യം. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളനാദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും രൂപാന്തരപ്പെട്ട ശരീരത്തോടുകൂടി കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. 1 തെസ്സലോനി 4 നമ്മൾ വായിക്കുന്നത് പോലെ ആ ഒരു പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായിത്തീരുന്നുവെങ്കിൽ നാം ഭാഗ്യമുള്ളവരാണ്. ഇത് മാത്രമല്ല, നാം വിശുദ്ധരെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവമക്കളെക്കുറിച്ച് ആഴമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ ആഗ്രഹം? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. അങ്ങനെയുള്ള ഒരു ദൈവം ഇതിൻ്റെ രണ്ടാം മരണത്തിന് അധികാരമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഒരു വട്ടം ജനിച്ചവർക്ക് രണ്ടാം മരണവും 2 വട്ടം ജനിച്ചവർക്ക് ഒന്നാം മരണം. എങ്ങനെയാണ് 2 വട്ടം ജനിക്കുന്നത്? അമ്മയുടെ ഉദരത്തിൽ ഉരുവായി തികവാർന്ന സമയത്ത് ഈ ഭൂമിയിലേക്ക് ജന്മമെടുക്കുന്നു. അതൊന്നാമത്തെ ജനനം. വളർച്ചയുടെ കാലഘട്ടത്തിൽ കർത്താവിലൂടെയുള്ള രക്ഷ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ, മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, കർത്താവിനെ രക്ഷകനും കർത്താവായി സ്വീകരിക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ജനനം നടക്കുന്നത്, വീണ്ടും ജനനം, രണ്ടാമത്തെ ജനനം. അങ്ങനെയുള്ള വ്യക്തിക്ക് രണ്ടാം മരണത്തിന് അവൻ്റെ മേൽ അധികാരമില്ല. ഒന്നാമത്തെ ജനനം എന്താണ്? അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ജന്മമെടുത്തു. തിരിച്ചറിവിൻ്റെ കാലമായി കർത്താവിനെക്കുറിച്ച് കേട്ടു, അറിഞ്ഞു, മനസ്സിലാക്കി, ഒരു രക്ഷയെക്കുറിച്ചുള്ള അറിവും ലഭിച്ചു. പക്ഷേ രക്ഷിക്കപ്പെടുവാൻ മനസ്സില്ല, രക്ഷയെ അവഗണിച്ചു. അങ്ങനെയുള്ളവർക്ക് രണ്ടാം മരണം ദൈവമൊരുക്കിയിരിക്കും.
അവരുടെ സ്വഭാവത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 21:8 പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. പ്രിയമുള്ളവരെ, ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ രണ്ടാം മരണമെന്ന നിത്യമരണത്തിലേക്ക് തള്ളപ്പെട്ടു പോകാതെ പിശാചിൻ്റെ ശക്തികളെ ജയിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ചേക്കേറുവാൻ, ചെന്നു ചേരുവാൻ, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി ഭാഗ്യകരമായിരിക്കുന്ന അനുഭവത്തിൽ കർത്താവിനോടുകൂടെ വാഴുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ഈ വചനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ട് ജീവിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.